ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UN ഗൈഡ് ലൈൻസിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ കുറച്ച് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള പ്രകാരം എന്തൊക്കെയാണോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പ്രിൻസിപ്പിൾസ് അത് തന്നെയാണ് യുവൻ്റെയും പ്രിൻസിപ്പിൾസ്, UN ഗൈഡ് ലൈൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. ഒന്നാമതായി റൈറ്റ് ടു സേഫ്റ്റി വരുന്നുണ്ട് അല്ലെ. കൺസ്യൂമർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് പോസ് റിസ്ക് ടു ദർ health and safety. This principle also extends to protection from digital threats like cyber attacks and privacy violations. അതായത് നമ്മുടെ ഹെൽത്തും നമ്മുടെ സേഫ്റ്റിയും അതിനെ റിസ്ക് ചെയ്യുന്ന ഒരു കാര്യവും എന്തിൽ നിന്നുണ്ടാവരുത്, ഒരു പ്രൊഡക്റ്റും നമുക്ക് ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഹാരം മാത്രമല്ല, ഡിജിറ്റലായിട്ടുള്ള ത്രെറ്റുകളും, ഉദാഹരണത്തിന് സൈബർ അറ്റാക്ക്, പ്രിവസി വയലേഷൻസ്, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ആര് നമുക്ക് നൽകുന്നുണ്ട്? റൈറ്റ് ടു സേഫ്റ്റി മുഖേന നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഈസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലേ. നമുക്ക് ഇൻഫോർമേഷൻ ലഭിക്കാനുള്ള അവകാശമുണ്ട്. കൺസ്യൂമേഴ്സ് ഹാവ് എ റൈറ്റ് ടു ആക്യുറേറ്റ്, ക്ലിയർ ആൻഡ് കോംപ്രഹെൻസീവ് ഇൻഫോർമേഷൻ. കൃത്യമായിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, അതായത് മൊത്തത്തിലുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫോർമേഷൻ്റെ അവകാശമുള്ള ആളാണ് ആര്? കൺസ്യൂമേഴ്സ്. ദിസ് ഹെൽപ്സ് ദം ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ആൻഡ് പ്രിവെൻറ്റ്സ് ബിസിനസ്സസ് ഫ്രം യൂസിങ് മിസ്ലീഡിംഗ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ്. തെറ്റിദ്ധരിപ്പിക്കുന്ന, ചതിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ തടയുന്ന ഒരു റൂളാണെന്ത്, റൈറ്റാണെന്ത്, റൈറ്റ് ടു ഇൻഫോർമേഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ്, കൃത്യമായിട്ടുള്ള അറിവ്, അതിനെ ചുറ്റുപറ്റിയുള്ള അറിവ് നമുക്ക് തരാൻ പാടുള്ളൂ. ആൻഡ് ദെൻ റൈറ്റ് ടു ചൂസ്. കൺസ്യൂമർ ഷുഡ് ഹാവ് ആക്സസ് ടു വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസസ്. മാന്യമായ വിലയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് എന്ത് ചെയ്യണം, ആർക്ക് അവൈലബിൾ വേണം? ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വേണം. അപ്പോഴെന്ത് ചെയ്യുള്ളൂ, ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒരു മോണോപോളിയാണുള്ളതെങ്കിൽ എന്ത് ചെയ്യില്ല, ജനങ്ങൾ ഓപ്ഷൻസ് അവൈലബിൾ ആവില്ല, ചൂസിങ്ങുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവകാശം ഒരു കോമ്പറ്റീഷനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യുന്ന പ്രാക്ടീസസിനൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്കറേജ് ചെയ്യുന്നു. ആൻഡ് ദെൻ കംസ് റൈറ്റ് ടു റീഡ്രസ് അല്ലേ, പരിഹാരം വേണം. കൺസ്യൂമേഴ്സ് ഷുഡ് ഹാവ് ആക്സസ് ടു ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്. ദിസ് ഇൻക്ലൂഡ്സ് മെക്കാനിസം ഫോർ ഹാൻഡ്ലിംഗ് കംപ്ലയിൻറ്റ്സ്, ഒബ്റ്റെയിനിങ് കോമ്പൻസേഷൻ ആൻഡ് റിസീവിംഗ് റീഫണ്ട്സ്. റീഫണ്ട് റിസീവ് ചെയ്യുക, കോമ്പൻസേഷൻ ലഭിക്കുക, അതുപോലെ തന്നെ കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള മെക്കാനിസം ആരാണ് നമുക്ക് ഉറപ്പ് വരുന്നത്? റൈറ്റ് ടു റീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഒരു പ്രശ്നം വന്നാൽ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നും ഈ ഒരു അവകാശം മുഖേന നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രിൻസിപ്പിൾ. ആൻഡ് ദെൻ കം സസ്റ്റൈനബിൾ കൺസംഷൻ. നമ്മൾ ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ബോധത്തോടെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദിസ് പ്രിൻസിപ്പിൾ എൻകറേജസ് പാറ്റേൺസ് ഓഫ് കൺസംപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് മിനിമൈസ് എൻവയോൺമെന്റൽ ഹാം ആൻഡ് കൺസർവ് റിസോഴ്സസ് കൺസർവ് ചെയ്യുന്ന, എൻവയോൺമെന്റൽ ഹാം മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനും കൺസംപ്ഷനും ആയിരിക്കണം എന്ത് നമ്മൾ നടത്തേണ്ടത്. കൺസ്യൂമേഴ്സ് ആർ അർജ്ഡ് ടു മേക്ക് ചോയ്സസ് ദാറ്റ് ആർ ബോത്ത് എക്കണോമിക്കലി ആൻഡ് എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ. ബോത്ത് എക്കണോമിക്കലി അതുപോലെ തന്നെ എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോയ്സ് ആയിരിക്കണം ആരുണ്ടാക്കേണ്ടത്? കൺസ്യൂമേഴ്സ് ഉണ്ടാക്കേണ്ടത്. പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ കൺസ്യൂമേഴ്സ്. വൾണറബിൾ ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെ, വിദ്യാഭ്യാസമില്ലാത്ത, മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് അറിയാത്ത, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത അവരൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു അവകാശത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ദെൻ കംസ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ അവയർനെസ്. കൺസ്യൂമർ അതിന് കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ദിസ് എംപവേഴ്സ് ദം ടു മേക്ക് സ്മാർട്ട് ചോയ്സസ് ആൻഡ് ഹോൾഡ് ബിസിനസ് അക്കൗണ്ടബിൾ. ബിസിനസ്സിനെ ഉത്തരവാദിയായിട്ട് കാണിക്കാനും അതുപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ചോയ്സുകൾ തിരഞ്ഞെടുക്കാനും ഇത് അവർക്ക് ഉപകരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ കോപ്പറേഷൻ. ഗ്ലോബൽ നേച്ചർ ഓഫ് മോഡേൺ മാർക്കറ്റ്സ് റിക്വയർസ് ഇന്റർനാഷണൽ കോളാബറേഷൻ ടു അഡ്രസ് ക്രോസ് ബോർഡർ ഇഷ്യൂസ് ലൈക്ക് സൈബർ ഫ്രോഡ് ആൻഡ് ഡാറ്റ ബ്രീച്ചസ്. ഡാറ്റ ബ്രീച്ച് ചെയ്യുക, അതുപോലെ തന്നെ സൈബർ ഫ്രോഡ് കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ കോപ്പറേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇനി ഒരു ഗുഡ് ബിസിനസിൻ്റെ പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ഗുഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Fair and equitable treatment. Business must treat consumers fairly and honestly at every stage of their relationship, from marketing to after sale service അല്ലേ. ചില ആളുകൾ നമുക്ക് ചിലപ്പോൾ ഒരു സാധനം ഒഴിവാക്കിയിട്ട് അല്ലേ, ഒരു ഫോൺ വിറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുശേഷം കമ്പനിയുടെ ഉത്തരവാദിയല്ല എന്നായിരിക്കും മറ്റു കാര്യങ്ങൾ സംഭവിച്ചാൽ പറയുക അല്ലേ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ അടുത്ത കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. സാംസങ്, ഐഫോൺ, അതിൽ തന്നെ ഒരുപാട് അല്ലേ, OnePlus, അങ്ങനെ ഫോണുകൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സെയിൽസിൻ്റെ എല്ലാ സമയത്തും പോസ്റ്റ് സെയിൽസ് ആയിക്കോട്ടെ, പ്രീ സെയിൽസ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ കമ്പനി ബിസിനസ്സിനും ഉറപ്പുവരുത്തണം. ഇനി എത്തിക്കൽ കൺസ്യൂമർ ബിഹേവിയർ. ബിസിനസ് ഷുഡ് നോട്ട് എൻഗേജ് ഇൻ ഇല്ലീഗൽ, അൺഎത്തിക്കൽ, ഡിസ്ക്രിമിനേറ്ററി ഓർ ഡിസെപ്റ്റീവ് പ്രാക്ടീസസ്.
തെറ്റ് ആര് ചെയ്യരുത്? ബിസിനസ് ചെയ്യരുത്. ഏതൊക്കെ തരത്തിലുള്ള തെറ്റാണ്? ഇല്ലീഗൽ ആവരുത്, അൺഎത്തിക്കൽ ആവരുത്, ഡിസ്ക്രിമിനേറ്ററി അല്ലേ, വേർതിരിക്കരുത്, ചതിക്കരുത്. ഓക്കെ. ദിസ് ഇൻക്ലൂഡ്സ് അവോയ്ഡിങ് ഹാർംഫുൾ മാർക്കറ്റിംഗ് ടാക്ടിക്സ് such as abusive debt collection and misleading advertising, and ensuring all their actions uphold the principles of consumer protection. അതായത് അവരുടെ സാധനം EMI ക്കാണ് എടുത്തെങ്കിൽ അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അത് അബ്യൂസീവ് ആയിട്ടുള്ള ഡെപ്റ്റ് കളക്ഷൻ നടത്തരുത്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തരുത്. അതുതന്നെ അവരുടെ എല്ലാ ആക്ഷൻസും പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. ആൻഡ് ദെൻ കംസ് ഡിസ്ക്ലോസർ ആൻഡ് ട്രാൻസ്പെറൻസി. ബിസിനസ് മസ്റ്റ് പ്രൊവൈഡ് കംപ്ലീറ്റ് അക്യുറേറ്റ് ആൻഡ് നോൺ മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അവരുടെ സർവീസിനെ കുറിച്ചോ അവർ പ്രൊഡക്ട്സിനെ കുറിച്ചോ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെയാണ് ആര് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ബിസിനസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദിസ് ഇൻക്ലൂഡ്സ് ക്ലിയർ ഡീറ്റെയിൽസ് അബൌട്ട് പ്രൈസസ്, ടേംസ്, കണ്ടീഷൻസ് ആൻഡ് എനി ഹിഡൻ ഫീസ്. എന്തെങ്കിലും ഹിഡൻ ഫീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാത്ത ടേംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ അറിയിക്കണം. ട്രാൻസ്പെറൻസി ഈസ് എസെൻഷ്യൽ വെദർ ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ഇൻ ട്രഡീഷണൽ ഓർ ഡിജിറ്റൽ മാർക്കറ്റ്സ്. അതായത് ട്രാൻസ്പെറൻസി, സുതാര്യത, അത് ഡിജിറ്റലായിട്ടുള്ള മാർക്കറ്റിലായിക്കോട്ടെ, ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിലായിക്കോട്ടെ, ഏത് മാർക്കറ്റിലായിക്കോട്ടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പെറൻസി എസെൻഷ്യലാണ്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് പ്രൈവസി. ബിസിനസ്സസ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് പേഴ്സണൽ ഡാറ്റ. അല്ലെ, കൺസ്യൂമേഴ്സിന് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവകാശം ഉത്തരവാദിത്തമാർക്കുണ്ട്, ബിസിനസ്സിനുണ്ട്. ദിസ് ഇൻവോൾവ്സ് ഇംപ്ലിമെന്റിംഗ് സ്ട്രോങ് സെക്യൂരിറ്റി മെഷേഴ്സ്. സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക ഇതിന്റെ ഭാഗമായിട്ടാണ്. Obtaining explicit consent from data collection and providing consumers with control over their information. എന്തെങ്കിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സേഫായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ ആര് നോക്കണം? ബിസിനസ് നോക്കണം. കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. കൺസ്യൂമർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിനെ ഹാൻഡിൽ ചെയ്യണം. കൃത്യമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് കൃത്യമായിട്ടുള്ള പരിഹാരത്തിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ചുമായിട്ടുള്ള കോമ്പൻസേഷനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. റീഡ്രസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, റീഫണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഏതാണ് കൺസ്യൂമർ ഗുഡ്സ് നോക്കാം. കൺസ്യൂമർ ഗുഡ്സ് ആർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ദാറ്റ് പീപ്പിൾ ബൈ ഫോർ പേഴ്സണൽ യൂസ് റാദർ ദാൻ ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ഓർ സർവീസസ്. ദേ ആർ ഫൈനൽ റിസൾട്ട്സ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ആർ സോൾഡ് ടു കൺസ്യൂമേഴ്സ് ത്രൂ റീറ്റെയിലേഴ്സ്. അതായത് ഒരു ഫിനിഷ്ഡ്, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലഭിക്കുന്ന ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള, പേഴ്സണൽ യൂസിന് വേണ്ടി ലഭിക്കുന്ന ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സും സർവീസിനെയാണ് എന്ത് പറയുക? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് കസ്റ്റമേഴ്സിൽ എത്തുന്നത് റീറ്റെയിലേഴ്സ് വഴിയാണ്. ഉദാഹരണത്തിന് ഒരു ബ്രെഡ് വാങ്ങിച്ചാൽ, ഒരു TV വാങ്ങിച്ചാൽ, ഒരു കാർ വാങ്ങിച്ചാൽ ഒരു കൺസ്യൂമർ ഗുഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. എന്നാൽ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ, ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ഒരു മെഷീൻ വാങ്ങിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ മെഷീൻ ഉപയോഗിച്ച് മറ്റൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ കൺസ്യൂമർ ഗുഡ് ബട്ട് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഗുഡ്. ഓക്കെ. ഇനി എങ്ങനെയാണ് കൺസ്യൂമർ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? രണ്ട് കാര്യം ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഡ്യൂറബിലിറ്റി, മറ്റൊന്ന് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. ഇത് രണ്ടും ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡ്യൂറബിലിറ്റിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡ്യൂറബിൾ ഗുഡ്സ്. ദീസ് ആർ പ്രൊഡക്ട്സ് ദാറ്റ് ഹാവ് എ ലോങ് ലൈഫ് സ്പാൻ, ടിപ്പിക്കലി ലാസ്റ്റിംഗ് ഫോർ 3 or more years. 3 വർഷത്തിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ലോങ് ലൈഫ് സ്പാനുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത്? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. They are often high priced ആയിരിക്കും and are used over and over again. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. എക്സാമ്പിൾ കാർ, ഫർണിച്ചർ, മേജർ അപ്ലയൻസസ് ലൈക്ക് റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ഒക്കെ പോലെ. ഓക്കെ. ദെൻ കംസ് നോൺ ഡ്യൂറബിൾ. അല്ലെ, പേര് മാത്രം തന്നെ മനസ്സിലാവുന്നത് അത് ഡ്യൂറബിൾ അല്ല, ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റാത്ത ഫുഡ്സ് ആണ്. ദീസ് ആർ പ്രൊഡക്ട്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് ക്വിക്ലി ഓർ ഹാവ് എ ഷോർട്ട് ലൈഫ് സ്പാൻ. അല്ലെ, ഒരു ഷോർട്ടായിട്ടുള്ള ലൈഫ് സ്പാൻ ഉള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് ഉപയോഗിച്ച് തീരുന്ന പ്രൊഡക്ട്സിനാണ് എന്ത് പറയുക? നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എങ്ങനത്തെയാണ്? യൂഷ്വലി ലെസ് ദാൻ 3 years. പൊതുവെ 3 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീരും. ദേ ആർ ഓഫൺ ലോ പ്രൈസ്ഡ് ആൻഡ് പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്. അത് ലോ പ്രൈസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. ഉദാഹരണമാണ് ഫുഡ്, ബിവറേജസ്, ഗ്യാസ്ലൈനൊക്കെ പോലെ. ഇനി സർവീസസും എന്താണ്? ഗുഡാണ്. ദീസ് ആർ ഇൻടാഞ്ചിബിൾ ഗുഡ്സ്. അത് നമുക്ക് സ്പർശിക്കാൻ പറ്റാത്ത ഗുഡ്സ് ആണ്. മീനിങ് ദേ കനോട്ട് ബി ടച്ച്ഡ്. നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല. ഓർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ദേ ആർ കൺസ്യൂംഡ് അറ്റ് ദ ടൈം ദേ ആർ പ്രൊഡ്യൂസ്ഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഉദാഹരണം, ഒരു മുടിവെട്ട് കടകളിൽ അപ്പോയിൻമെൻറ്റ് വെച്ച് മുടി വെട്ടുന്നു. അപ്പോൾ നമ്മൾ ആ സർവീസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൺസ്യൂം ചെയ്യുന്നു. ഡോക്ടർ യൂസ് ചെയ്യുന്നത്, കാർ വാഷ് നടത്തുന്നതൊക്കെ ഉദാഹരണമാണ്. സെക്കൻഡ്ലി കംസ് ബൈ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. എങ്ങനെയാണ് ഗുഡ്സ് ഡിവൈഡ് ചെയ്യുന്നതാണ്. കൺവീനിയൻസ് ഗുഡ്സ്. ദീസ് പ്രോഡക്ട്സ് ആർ ബോട്ട് ഫ്രീക്വൻ്റ്ലി, ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിത്ത് മിനിമൽ എഫേർട്ട്. ഒരു മിനിമൽ എഫേർട്ട് കൊണ്ട് വാങ്ങിക്കുന്ന സാധനമാണ് എന്ത്? കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഡോണ്ട് യൂഷ്വലി കമ്പയർ ബ്രാൻഡ്സ്. ഇനി ബ്രാൻഡും കാര്യങ്ങളൊന്നും നോക്കില്ല. ഉദാഹരണം ന്യൂസ് പേപ്പർ, മിൽക്ക്, ക്യാൻഡി, മിഠായി, വീട്ടുപകരണങ്ങളൊക്കെ. ഓക്കെ. സോപ്പ് പോലത്തുള്ള വീട്ടു ഉപകരണങ്ങൾ. ഇനി ഷോപ്പിംഗ് ഗുഡ്സ് എന്താണ്? ദീസ് പ്രോഡക്ട്സ് ആർ പർച്ചേസ് ലെസ് ഫ്രീക്വൻ്റ്ലി. കുറച്ച് അങ്ങനെ തുടർച്ചയായിട്ട് വായിക്കില്ല. ആൻഡ് കൺസ്യൂമർ സ്പെൻഡ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് കമ്പയറിംഗ് ദം ബിഫോർ ബൈ. വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരുപാട് സമയം അതിനെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? വാങ്ങിക്കുന്നത്. ദ വാലുവേറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് ക്വാളിറ്റി. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിൻ്റെ
ക്വാളിറ്റി അനലൈസ് ചെയ്യും, പ്രൈസ് അനലൈസ് ചെയ്യും, സ്റ്റൈൽ അനലൈസ് ചെയ്യും, സ്യൂട്ടബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും. ഉദാഹരണം ക്ലോത്തിങ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ, അപ്ലയൻസസ്. സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഇനി എന്താണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്? ദീസ് ആർ പ്രൊഡക്ട്സ് വിത്ത് എ യുണീക്ക് ഫീച്ചേഴ്സ് ഓർ ബ്രാൻഡ് ഐഡന്റിറ്റി which consumers are willing to make a special effort to purchase. അപ്പോൾ എങ്ങനെയൊക്കെ അല്ലെ എന്ത് വിധേയും ഒരു സാധനം വാങ്ങിക്കും. അത്തരത്തിലുള്ള സാധനമാണ് എന്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ബ്രാൻഡ് ഐഡന്റിറ്റി ഉള്ള സാധനങ്ങളാണ് എന്ത് സ്പെഷ്യാലിറ്റി ഗുഡ്സ് പറയുന്നത്. ഉദാഹരണം നമുക്ക് ഐഫോൺ, ഇപ്പോൾ കേരളത്തിലെ അറ്റ്മോസ്ഫിയർ വെച്ച് ഐഫോൺ പറയാം. ദ ഡിമാൻഡ് ഫോർ ദീസ് ഗുഡ്സ് ഈസ് ഇനലാസ്റ്റിക്. അത് ഇനലാസ്റ്റിക് ആണ് അതിൻ്റെ ഡിമാൻഡ്. മീനിങ് ദ പ്രൈസ് ഡസൻറ്റ് സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട് ദ ഡിമാൻഡ്. അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യില്ല, പ്രൈസിന് അങ്ങോട്ടും ഫ്ലക്ച്വേഷൻ സംഭവിക്കില്ല. Consumers typically don't compare brands as they already have a strong preference. കൺസ്യൂമർ തന്നെ ബ്രാൻഡ് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് ഫിക്സ് ആയത് കാരണം ബ്രാൻഡിന് എന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്യലൊന്നുമില്ല, നേരെ വാങ്ങിക്കലായിരിക്കും. ഇപ്പോൾ ഐഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഐഫോൺ വാങ്ങിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇനി എന്ത് ചെയ്യില്ല, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും കമ്പയർ ചെയ്യില്ല. ഉദാഹരണം എ സ്പെസിഫിക് ബ്രാൻഡ് ഓഫ് ലക്ഷറി കാർ, ഡിസൈനിങ് ക്ലോത്ത് ഓർ ഫൈൻ ജില്ലറി. ഇനി എന്താണ് അൺസോൾഡ് ഗുഡ്സ്? ദീസ് ആർ പ്രൊഡക്ട്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് ഐദർ ഡോണ്ട് നോ അബൌട്ട് ഓർ ഡോണ്ട് നോർമലി തിങ്ക് അബൌട്ട് ബൈയിങ്. അല്ലേ, സാധാരണ ജനങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തതോ അല്ലെങ്കിൽ സാധാരണ വാങ്ങിക്കാത്തതോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ദേ റിക്വയർ എ ലോട്ട് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ടു ബി പർച്ചേസ്ഡ്. ഒന്നില്ലെങ്കിൽ ഒരുപാട് അഡ്വർടൈസിങ് അതിന് വേണം, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ് സംഭവിക്കണം, എന്നാലും എന്തെയുള്ളൂ ജനങ്ങളത് വാങ്ങിക്കുള്ളൂ. ഉദാഹരണം ലൈഫ് ഇൻഷുറൻസ്, ഫ്യൂണറൽ സർവീസസ് ഓർ സ്മോക്ക് ഡിറ്റക്ടേഴ്സ്. ഓക്കെ, സോ